ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി അവിടെ വന്ന ക്ലയന്റിനോട് കമ്പനി കാര്യങ്ങളെ കുറിച്ചല്ല കേട്ടോ സംസാരിക്കുന്നത്. ശ്രുതിയുടെ പാചക കാര്യങ്ങളെ കുറിച്ചും അവിടെ കിട്ടുന്ന ഓർഡറിനെ കുറിച്ചൊക്കെയാണ്. ഞങ്ങളുടെ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അധികമൊന്നും ആയിട്ടില്ല, പക്ഷെ നല്ല ഓർഡർ കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും ആ ക്ലയൻസ് പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, സോ ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞിട്ട് അവർ എണീറ്റ് പോവാണ് കേട്ടോ. അങ്ങനെ ആ ഡീല് നഷ്ടപ്പെട്ടെന്നുള്ള ദേഷ്യത്തില് നമ്മുടെ അശ്വിൻ ആ ടേബിളും ഇങ്ങനെ അടിക്കാണ് കേട്ടോ. പിന്നീട് അവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു അടി നടക്കുന്നുണ്ട്, സൗണ്ട് ഇല്ലാതെ നമ്മുടെ അശ്വിനും ശ്രുതിയും തമ്മിൽ. അപ്പോഴേക്കും നമ്മുടെ ആകാശം അങ്ങോട്ടേക്ക് വരികയും, എന്തൊക്കെയാ ശ്രുതി നീ കാണിച്ചു വെച്ചിരിക്കുന്നത്, അവരൊരു വലിയ ഡീല് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതല്ലേ, അവരോട് എന്തിനാണ് ഈ പാചകത്തിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ച് അശ്വിനോട്, ചേട്ടാ ഞാൻ പോയി സംസാരിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവരുടെ പിന്നാലെ പോയിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. ആ സംസാരത്തിനിടയിൽ തന്നെ അവിടേക്ക് പോലീസുകാർ വരികയാണ്. ഇതാ ഇവർ തന്നെ എന്ന് പറഞ്ഞ് ഇവരെ പിടിക്കാൻ കേട്ടോ ക്ലയൻസിനെ. നിങ്ങളല്ലേ ശ്രുതികുമാരി ലക്ഷ്മി, നിങ്ങളല്ലേ കുറച്ച് നേരത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അതെ ഞാൻ തന്നെയാണ് വിളിച്ചതെന്ന് പറയട്ടോ ശ്രുതി. അപ്പോൾ ആകാശം എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ പോലീസുകാർ പറയും, ഇവര് പക്ക ഫ്രോഡാണ്, ഇങ്ങനെ വലിയ വലിയ കമ്പനിയെ തട്ടിച്ചും വെട്ടിച്ചും പണം ഉണ്ടാക്കി മുങ്ങും, അതാണ് ഇവരുടെ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചിട്ട് പോവാണേ. അപ്പൊ ആകാശ് ചോദിക്കുന്നുണ്ട്, ശ്രുതി നിനക്ക് എങ്ങനെ ഇത് മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, ഇവര് ഇവിടെ വന്ന് ഒരു ഫയൽ എടുക്കാനുണ്ടെന്ന് പറഞ്ഞ് കാറിലേക്ക് പോയപ്പോൾ ഞാൻ കൂടെ പോയിരുന്നു, എന്നിട്ട് ഇവര് പറയുന്നതൊക്കെ ഞാൻ കേട്ടു, ഈ കമ്പനിയെ പറ്റിച്ച് നമുക്ക് ക്യാഷ് എടുത്ത് മുങ്ങാ എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ പോലീസുകാർ വരണവരെ ഞാൻ ഇവരെ പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ആ പാചകത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞതെന്ന് പറയുമ്പോൾ ആകാശിന് അതൊരു ഭയങ്കര സംഭവമായിട്ട് തോന്നുക കേട്ടോ. എന്നിട്ട് ചേട്ടാ ശ്രുതി ചെയ്തത് വലിയൊരു കാര്യമാണ്, നമ്മുടെ കമ്പനിയെ രക്ഷിച്ചു ശ്രുതി എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ അശ്വിൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അശ്വിൻ്റെ കൂടെ ശ്രുതി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ, ഇപ്പോൾ മനസ്സിലായില്ലേ എന്നെ ചീത്ത പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ളത്, വേണമെങ്കിൽ എനിക്കൊരു താങ്ക്സ് ഒക്കെ പറയാട്ടോ എന്ന് പറയുമ്പോഴേക്കും സഡൻ ബ്രേക്ക് ഇടാൻ കേട്ടോ നമ്മുടെ അശ്വിൻ. മിക്കവാറും ശ്രുതിയെ അവിടെ തന്നെ ഇറക്കി വിടുന്നാണ് തോന്നുന്നത്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മുത്തശ്ശി ആ ഡോൾ വേഷമൊക്കെ കെട്ടി കളിക്കുമ്പോൾ മനോരമയ്ക്ക് അസൂയാവാണ് കേട്ടോ. മനോരമ പറയും, അമ്മ ഞാനല്ലേ കോമ്പറ്റീഷന് പങ്കെടുക്കാൻ പോകുന്നത്, പിന്നെ എന്തിനാ അമ്മ വേഷമൊക്കെ കെട്ടുന്നത് എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയും, നീയല്ലേ പ്രീതിയോട് കളിക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞത്, നോ അമ്മ ഞാനാണ് സ്റ്റേജിൽ കയറാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ തലയിലെ തൊപ്പി എടുത്തിട്ട് മനോരമ വെക്കുന്ന ഒരു സീനിലൂടെ നാളത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്